കോഡി റോഡ്സ്, റോക്ക്, റോമൻ റെയിൻസ് ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണോ റെസൽമേനിയ 41 നടക്കുക? അതോ റോമൻ വേഴ്സസ് റോക്ക് മാച്ചാണോ റെസൽമേനിയ 41 നടക്കുക? റോക്കിന്റെ റിട്ടേൺ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം CM പങ്ക്, ഡ്രൂ മാക്കൻടയർ ഇവർക്ക് നടന്ന ഹെൽ ഇൻ എ സെൽ മാച്ചിൽ ഡ്രൂ മാക്കൻടയറിന് ഭയങ്കരമായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ കോഡി റോഡ്സിനെ കെവിൻ ഓവൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ബാഡ് ബ്ലഡ് കഴിഞ്ഞതിന് ശേഷം. പിന്നീട് കെവിൻ ഓവൻസിന് എന്താണ് സംഭവിച്ചത് എന്നും അതുപോലെ കോഡി റോഡ്സ്, ഗുന്തർ ഇവർക്ക് ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ച് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നലെ WWE ഗോൾഡ്ബർഗിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ട്രിപ്പിൾ എച്ച് ഗോൾഡ്ബർഗിന് കറക്റ്റായിട്ട് മാച്ച് ഒന്നും ബുക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ മുൻപ് ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും അതിനനുസരിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആന്റണി ഗോൾഡ്ബർഗ് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതെല്ലാം സംസാരിച്ച് ഇവർ വീണ്ടും ഒന്നിച്ചുകൊണ്ട് ഗോൾഡ്ബർഗ് WWE വന്നേക്കാണ്. ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഗോൾഡ്ബർഗ് ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു മാച്ചും കൂടിയും WWE ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റിട്ടയർമെന്റ് മാച്ച്. അപ്പോൾ ആ മാച്ച് ഒന്നല്ലെങ്കിൽ ക്രൗൺ ജുവല്ലി ഗോൾഡ്ബർഗിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അഥവാ ക്രൗൺ ജുവല്ലി ഗോൾഡ്ബർഗിന് ആ മാച്ച് കിട്ടുകയാണെങ്കിൽ ഓപ്പോണന്റ് എന്തായാലും വേൾഡ് ചാമ്പ്യൻ ഗന്തർ ആയിരിക്കില്ല. കാരണം കോഡി റോഡ്സിന്റെ കൂടെയാണ് ഗന്തർ ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ച് ചെയ്യാൻ പോകുന്നത്. ക്രൗൺ ജുവലിന് ശേഷമൊക്കെ ആ മാച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗോൾഡ്ബർഗ് വേഴ്സസ് വേൾഡ് ചാമ്പ്യൻ ഗന്തർ ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയും ഇന്നലെ ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഗോൾഡ്ബർഗിനെ ഭയങ്കരമായി വേൾഡ് ചാമ്പ്യൻ ഗന്തർ കളിയാക്കുന്നത് പോലെയെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലുള്ളൊരു മാച്ച് നമുക്ക് മിക്കതും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഗോൾഡ്ബർഗിന്റെ മാച്ച് ക്രൗൺ ജുവലിൽ നടന്നിട്ടില്ലെങ്കിൽ മാത്രം. അപ്പോൾ ഈ മാച്ച് നടക്കുകയാണെങ്കിലും വളരെയധികം നന്നായിരിക്കും. ഗോൾഡ്ബർഗ് ആവശ്യപ്പെട്ടതുപോലെ നല്ലൊരു റിട്ടയർമെന്റ് മാച്ച് തന്നെ അദ്ദേഹത്തിന് കിട്ടും. എന്തായാലും ഈ മാച്ച് വരുമോ എന്ന് നോക്കാം. ഈ മാച്ചിനാണ് ഇപ്പോൾ സാധ്യതകൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. അതേപോലെ CM പങ്ക് ഗന്തറിന്റെ കൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും തയ്യാറായി നിൽക്കുന്നുണ്ട് സർവൈവർ സീരീസിൽ. അടുത്തത് CM പങ്ക്, ഡ്രൂ മാക്കൻടയർ ഇവരുടെ ഹെൽ ഇൻ എ സെൽ മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ മാച്ചിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് മൈക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഒരു ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് നിറയെ ബ്ലഡ് വന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം CM പങ്ക് ഡ്രൂ മാക്കൻടയർ ടൂൾ ബോക്സ് വെച്ച് അറ്റാക്ക് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അവിടുത്തെ വോയിസ് ഒക്കെ വളരെയധികം പതർച്ചയായതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഒരു ടൂൾ ബോക്സ് വെച്ച് അറ്റാക്ക് ചെയ്തതിൽ ഡ്രൂ മാക്കൻടയറിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. തലയെല്ലാം പൊട്ടി ഏകദേശം 16 സ്റ്റിച്ചോളമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ മാച്ച് ലൈവ് കണ്ടവർക്ക് കറക്റ്റായിട്ടും അത് കാണാൻ സാധിക്കും. റിപ്പീറ്റ് കണ്ടവർക്ക് ആ മാച്ച് മുഴുവനായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. കാരണം ലൈവ് നടക്കുമ്പോൾ മാത്രമായിരിക്കും കറക്റ്റായിട്ട് ബ്ലഡ് വരുന്നത്, അല്ലെങ്കിൽ ബ്ലർ ചെയ്യാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാതെയൊക്കെ കാണിക്കുക. ലൈവ് കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് കാണിക്കുന്ന ഷോയിൽ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വയ്ക്കും. റിപ്പീറ്റ് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ആ മാച്ചിന്റെ പകുതി മുക്കാലും നിങ്ങൾ കണ്ടു കാണുക. ഇത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ മെക്കൻടയറിന് ഇങ്ങനെ പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട്. അതായത് മുഴുവനായിട്ടും ഈ ഒരു മാച്ച് വേറെ ലെവലാക്കി കൊണ്ടുപോയത് ഡ്രൂ മെക്കൻടയർ ആണ്. ഞാൻ ഇതിൽ CM പങ്കിനെ കുറ്റം പറയല്ല. CM പങ്കും അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇന്നലെ നടന്ന സ്പെഷ്യൽസിലെ ബെസ്റ്റ് മാച്ചാണ് ഇവരുടെ ഹെൽ ഇൻ എ സെൽ മാച്ച്. നല്ല റേറ്റിംഗ് ഈ മാച്ചിന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും റേറ്റിംഗ് വരുമ്പോൾ പറയാം. ഇനി ഇന്നലെ ഷോ കഴിഞ്ഞതിന് ശേഷം കെവിൻ ഓവൻസ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തി സംസാരിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഡി റോഡ്സ് റോമൻ റെയിൻസിന്റെ കൂടെ ടീം ആയതുകൊണ്ടാണ് ടാഗ് ടീമിൽ ഭയങ്കരമായിട്ടും കണക്ട് ആവുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് റോമൻ റെയിൻസും കോഡി റോഡ്സും. അപ്പോൾ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന കെവിൻ ഓവൻസ് കോഡി റോഡ്സിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ടീമെല്ലാം വന്ന് പിടിച്ചു മാറ്റി അവസാനം കെവിൻ ഓവൻസിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് WWE. അപ്പോൾ ഈ ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ഇനി സ്റ്റോറി എല്ലാം വന്നേക്കാം. അതുപോലെ റാൻഡി ഓർട്ടനും അവസാനത്തിൽ കോഡി റോഡ്സിനെതിരെ തിരിയാനുമാണ് ചാൻസ് ഉള്ളത്. പിന്നെ വേൾഡ് ചാമ്പ്യൻ വേഴ്സസ് WWE ചാമ്പ്യൻ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൽ നമുക്ക് കെവിൻ ഓവൻസ് വരുന്നത് പോലെയൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതേ മാച്ചിൽ തന്നെ ഗോൾഡ്ബർഗിന്റെ റിട്ടേൺ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഗോൾഡ്ബർഗ് ഗന്തർ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ക്രൗൺ ജുവലിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ കെവിൻ ഓവൻസിന്റെ വരവ് അല്ലെങ്കിൽ ഗോൾഡ്ബർഗിന്റെ വരവ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഗോൾഡ്ബർഗ് വരാണെങ്കിൽ മാച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരിക. അപ്പോൾ എന്തായാലും ക്രൗൺ ജുവൽ പേപ്പർ വ്യൂ വേറെ ലെവലാവാനാണ് ചാൻസ് ഉള്ളത്. ഇനി ജിമ്മി ഉസോയുടെ റിട്ടേണിനെ പറ്റിയും ഒന്ന് പറയാം. അതായത് ജിമ്മി ഉസോ എങ്ങനെയാണ് റിട്ടേൺ ചെയ്തത് എന്ന് വെച്ചാൽ
നിങ്ങളിൽ പലരും കണ്ടു കാണും, എന്നാലും പറയാണ്. മുൻകൂട്ടി റിങ്ങിനടിയിൽ വന്നിരുന്നാണ് ജിമ്മി ഉസോ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അതായത് റിങ്ങിനടിയിൽ നിന്നും വന്നിട്ടാണ് ഇവരെയെല്ലാം സൂപ്പർ കിക്ക് ചെയ്ത് ആ ഒരു സീനൊക്കെ വേറെ ലെവലാക്കി കാണിച്ചത്. പ്രത്യേകിച്ച് റോമൻ റെയിൻസ്, ജിമ്മി ഉസോ ഇവരുടെ ആ ഒരു കണക്ഷനൊക്കെ വേറെ ലെവലായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി ഉസോ ഇങ്ങനെയാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ ജെയ് ഉസോയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ജെയ് ഉസോനെ ടി വിയിലൊന്നും കാണിച്ചില്ല. മുകളിലിരുന്ന് ഷോ കാണുന്നതായിട്ടാണ് ജെയ് ഉസോയുടെ ഫോട്ടോസ് എല്ലാം ലീക്ക് ആയിട്ടുള്ളത്. ഇനി റോക്ക്, റോമൻ, കോഡി ഇവരെ പറ്റി പറയാം. ഇന്നലെ റോക്ക് റിട്ടേൺ ചെയ്തുകൊണ്ട് ഇവർക്കൊരു കൗണ്ട് ഡൗൺ കൊടുത്തുകൊണ്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് റോക്ക് ബാക്ക് സ്റ്റേജിലോട്ട് പോയത്. അപ്പോൾ ഇത് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആകും റെസൽമേനിയ 41 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റെസൽമേനിയ 41 ഒരു 100% റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് ട്രൈബൽ ചീഫ് വേഴ്സസ് ട്രൈബൽ ചീഫ് മാച്ച് നടക്കാനാണ് ചാൻസ് ഉള്ളത്. അതായത് ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർ ട്രൈബൽ ചീഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ടേബിൾ ആയിരിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർക്ക് മാച്ച് വരിക. കാരണം പല സമയങ്ങളിലും സോളോ സിക്കാവ പോൾ ഹേമനോട് പറയാറുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നത് ട്രൈബൽ ചീഫ് പറയുന്നത് അനുസരിച്ചാണ് എന്ന്. അപ്പോൾ ആ ഒരു ട്രൈബൽ ചീഫായിട്ട് റോക്കായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് എന്ന് അന്നേ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. സോളോ സിക്കാവനെ വെറുതെ ട്രൈബൽ ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കായിരിക്കും വിട്ടിട്ടുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയാണ് ആ മാച്ച് നടക്കുന്നത് എങ്കിൽ ഒരു മരണമാസ് മാച്ചായിരിക്കും ആ ഒരു മാച്ച്. പിന്നെ അതിനേക്കാൾ മുൻപൊക്കെ ആയിട്ട് WWE ചാമ്പ്യൻ കോഡി റോഡ്സും റോക്കും ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചും നമുക്ക് കാണാൻ സാധിക്കും. അത് മിക്കതും ഞാൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ റോയൽ റംബിളിലൊക്കെ ആയിരിക്കും. അതേപോലെ വർഷങ്ങൾക്ക് ശേഷം റോയൽ റംബിൾ മാച്ചിൽ റോമൻ റെയിൻസും മത്സരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്.